ഇത് ശ്രീരാമൻ ഇനത്തിൽപ്പെട്ടതാണ്. ഇതിന് 11 മാസത്തോ 12 മാസം വിളവുണ്ട്. 9 മാസം ആകുമ്പോഴേ പറിക്കാം. പിന്നെ ഞാൻ കൃഷി ചെയ്യുന്നത് അമ്പക്കാടൻ ഇനത്തിൽപ്പെട്ടതാണ്. ഇതിപ്പോൾ എത്ര കിലോ ആണോ ഈ ഒരു മൂടുന്നുള്ളത്? ഇതൊരു 10 കിലോയും മേൽ വരും. ഇതിൻ്റെ വിളവ് എങ്ങനെയുണ്ട് ഈ ഇനത്തിൻ്റെ? ഈ ഇനത്തിൻ്റെ വിളവ് ചില കാലാവസ്ഥയെ പിടിക്കും, എല്ലാ കാലാവസ്ഥയിലും പിടിക്കണമെന്നില്ല. ഇത് സ്ഥിരമായിട്ട് തന്നെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മണ്ണുമായിട്ട് യോജിക്കാതെ വരും. പിന്നെ കുറച്ച് നാളത്തേക്കിന് ഇത് ഇനം മാറ്റി വേറെ ഇടുക. ഒരു 5 കിലോ തൊട്ട് മേളോട്ട് കിട്ടും. നല്ല വിളവുണ്ടല്ലോ ഇത്? വിളവുണ്ട്. നമ്മുടെ ഈ കപ്പ കൃഷിയുടെ രീതി എങ്ങനെ ഒന്ന് പറയാമോ? കപ്പ കൃഷിയുടെ രീതി എന്ന് പറഞ്ഞാൽ ആദ്യമേ നില ഒരുക്കിയിട്ട് തടം മൂടി കപ്പത്തടി നാട്ടിയിട്ട് ഒരു 28 ദിവസം കഴിയുമ്പോഴത്തേന് വളമിടാം. 3 വളം ഇടുകയാണെങ്കിൽ അതനുസരിച്ചുള്ള വിളവ് കിട്ടും. ഒരു 6 മാസം കഴിയുമ്പോഴത്തേന് പൊട്ടാഷ് ഇടുകയാണെങ്കിൽ 9-ാം മാസത്തിൽ പറിക്കാം. അത് ഏത് ഈ ഇനമോ? ഈ ഇനം. പിന്നെ വേറെ ടൈപ്പുണ്ട് അമ്പക്കാട്. അതും ഇതിലും ഇതേ രീതിയിൽ വിളവ് കിട്ടും. ചില കാലാവസ്ഥയിൽ ഇത് വ്യത്യാസം വരും. മണ്ണ് ഏതാ ഏറ്റവും നല്ലത് ഇതിന് കൃഷി ചെയ്യാൻ? കണ്ടത്തിലെ മണ്ണാണ് നല്ലത്. കരക്കത്ത് ഇതുപോലെ ഉണ്ടാവും. അതിന് ചിലപ്പം കാലാവസ്ഥ ഇത് മഴക്കാലം അനുസരിച്ച് വേണം അത് കൃഷി ചെയ്യും. കരയ്ക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഉണക്കാണ്, കിളുത്ത് വരാൻ താമസം വരും. അതിനല്ലേ വെള്ളം ഒഴിച്ച് നമ്മൾ ചെയ്യണം. നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. കണ്ടത്തിലാകുമ്പോൾ അത്രയും ബുദ്ധിമുട്ട് വരുന്നില്ല. കപ്പയ്ക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോ? കപ്പയ്ക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. നനയുടെ രീതി നമുക്ക് മഴ പെയ്യുന്ന വീട്ട് മതി. വെള്ളം ഉണ്ടെങ്കിൽ ഇത് 12 മാസവും ഈ കണ്ടത്തിലാകുമ്പം വെള്ളമുണ്ട്. ആ കപ്പയ്ക്ക് ടേസ്റ്റ് കൂടുതൽ. മറ്റേതാണ് പിന്നെ ഉണക്കാകുമ്പോഴത്തേന് ഇനി ഇപ്പം മകരമാസമായി കഴിയുമ്പോഴത്തേന് കരക്കത്തെ കപ്പ മൊത്തം പറിക്കാനും ബുദ്ധിമുട്ട്, വേഗത്തില്ല. ഇത് കണ്ടത്തിലാകുമ്പം ഏത് സമയത്തും വേവും. ഈ വേവാതൊക്കെ വരുന്നതും ഈ ഒത്തിരി സമയമെടുക്കുന്നതൊക്കെ ഈ വെള്ളമില്ലാഴുകയും കരകൃഷിയുടെ ഒക്കെയാണോ? കണ്ടത്തി കൃഷിയാണ് അത്ര പ്രശ്നമില്ല. ഇല്ല. അതായത് മണൽ കലർന്ന മണ്ണാണ് ഏറ്റവും നല്ലത് അല്ലേ? അതെ, കൃഷിക്ക് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് മണൽ. ആമ്പക്കാടൻ്റെ പ്രത്യേകതകളുണ്ടെന്ന് പറയാം. അമ്പക്കാടന് വിളവ് കൂടുതലാണ്. 12 മാസവും വരും വിളയാൻ. അത് ഒരു വർഷത്തിൽ ഒരു കൃഷി ചെയ്യാൻ പറ്റും. മറ്റ് ഇനത്തിലൊക്കെ ആണെങ്കിൽ 2 വർഷം കൂടുമ്പോൾ 3 കൃഷി ചെയ്യാം.